അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിത വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിലൂടെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. اللهم إنا نسألك الهدى والتقى والعفاف والغنى. നമുക്കിന്ന് 36-ാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون. ഒന്നുകൂടെ അതെ. والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون. നമുക്ക് ഈ ആയത്തിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഇതിന് തൊട്ടു മുമ്പത്തെ ആയത്ത് വബശ്ശിരിൽ മുഖ്ബിത്തീൻ, അഥവാ വിനയം കാണിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം. എന്നിട്ട് അല്ലദീന, ആ വിനയം കാണിക്കുന്ന ആളുകളുടെ സ്വഭാവം, 4 സ്വഭാവം നമ്മൾ പറഞ്ഞു. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഹൃദയം നടുങ്ങും. വസ്സാബിരീന അലാ മാ അസാബഹും, അതുപോലെ തന്നെ അവർക്ക് ബാധിച്ചിട്ടുള്ള എന്ത് മുസീബത്താകട്ടെ ആ ഒരു മുസീബത്തിൽ, അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവരെന്തായിരിക്കും? ക്ഷമിക്കുന്നവരായിരിക്കും. വമുഖീമിസ് സ്വലാഹ്, നമസ്കാരത്തെ കൃത്യമായി അതിൻ്റെ വാജിബാത്തുകളൊക്കെ പാലിച്ച് എല്ലാം നിർവഹിച്ച് അതിൻ്റെ സമയങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരായിരിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആ ഒരു സംഗതിയിൽ നിന്ന്, റിസ്ഖിൽ നിന്ന് അവരെന്തായിരിക്കും? ചെലവഴിക്കുന്നവരുമായിരിക്കും. ഈ 4 ഗുണസ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു.
ഇതിൽ ഒന്നാമത്തത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം എന്താകും? ഭയത്താൽ എന്താകും? നടുങ്ങും. നമുക്കറിയാം, ഒരുപാട് വിശദീകരിക്കാൻ പറ്റിയൊരു ആയത്താണ്. വല്ലാത്തൊരു കാലത്താണ് സഹോദരന്മാരെ നമ്മളുള്ളത്. വളരെയേറെ ഫിത്നകൾ നിറഞ്ഞ, നമ്മളെയും നമ്മളെ മക്കളെയും കുടുംബത്തെയും എല്ലാം ഒന്നടങ്കം വിഴുകാൻ പറ്റുന്ന ഫിത്നയാണ് നിറഞ്ഞിട്ടുള്ള കാലത്താണ് നമ്മളുള്ളത്. മൊബൈലിലൂടെ ആട്ടെ, ഇനി അതെല്ലാം പുറം നാടുകളിൽ ഇറങ്ങിയാൽ അവിടെയെല്ലാം ഫിത്നകൾ നിറഞ്ഞൊരു കാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ശരിയാം വിധം ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ നാളെ പരലോകത്ത് കഴിച്ചിലാകാൻ പറ്റുള്ളൂ. നമുക്കറിയാം, 3 ആളുകൾ അവർ യാത്ര പോയി ഗുഹയിലെത്തി. അങ്ങനെ ആ ഗുഹാമുഖം വന്ന് അടഞ്ഞതും അവർ അവിടെ വെച്ച് തവസ്സുല് നടത്തിയതൊക്കെ നമുക്കറിയാം. ആ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരാള് തൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിന് ഒന്ന് പൈസ ചോദിച്ച സമയത്ത് അദ്ദേഹം ഒരു ഷർത്ത് വെച്ചിട്ടാണ് എന്താക്കുന്നത്? പൈസ കൊടുക്കുന്നത്. എനിക്ക് നിന്റെ ശരീരം വേണമെന്ന്. അങ്ങനെ അവസാനം ആ സ്ത്രീ എന്താക്കുന്നു? തൻ്റെ ശരീരം ആ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു വേളയിൽ, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ആ ഒരു വേളയിൽ ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞത് ഇത്തഖില്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്. ആ ഒരു ഘട്ടത്തിൽ അയാൾക്കുണ്ടായ ഒരു മാറ്റം, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ സമയത്ത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നീ അള്ളാഹിനെ സൂക്ഷിക്കണേ, അതല്ലെങ്കിൽ അള്ളാഹു എന്ന ആ ഒരു സ്മരണം നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ഹൃദയം എന്താകും? അവൻ ദൈവ ഭയത്താൽ നമ്മളത് മാറി നിൽക്കും. ആ ഒരു തിന്മയിലേക്ക് നമ്മൾ പോകൂല. ഇനി അതല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ആളുകൾക്കിടയിൽ എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്തുകയാണ്, ആ ഒരു വേളയിൽ നമ്മൾ വഞ്ചന കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വഞ്ചനയിൽ, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, ആ ഒരു വേളയിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന മാറ്റം, അതാണ് അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അങ്ങനെ ഒരു വിശദീകരണം പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അവർ ഹൃദയം എന്താകും? ഭയത്താൽ കിടുങ്ങും. അതുപോലെ തന്നെ ഭയം കൊണ്ട് അവർ അത് ചെയ്യാതെ മാറി നിൽക്കും എന്നുള്ളതാണ് ഈ ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വസ്സാബിരീന അലാ മാ അസാബഹും, അവർക്ക് ബാധിച്ചിട്ടുള്ള ഏത് മുസീബത്താകട്ടെ ആ മുസീബത്തിൽ അവരെന്തായിരിക്കും? ക്ഷമിക്കുന്ന ആളുകളായിരിക്കും. ഇത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ബോധക്ഷയം സംഭവിക്കും. അങ്ങനെ ആ സ്ത്രീക്ക് ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഔറത്ത് വെളിവാകുന്ന രൂപത്തിലായിരിക്കും പിന്നീട് ആ ഒരു സ്ത്രീ അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സ്ത്രീ പരാതിപ്പെട്ടപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ക്ഷമിക്കുക, നിനക്കെന്തുണ്ട്? സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ അവിടെ നിന്ന് പറഞ്ഞു, പ്രവാചകൻ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ ഔറത്ത് വെളിവാകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് താങ്കൾ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ബോധക്ഷയം സംഭവിക്കുകയാണെങ്കിൽ കൂടി ഔറത്ത് വെളിവാകാത്ത കോലത്തിൽ ആ ഒരു സ്ത്രീക്ക് എന്തായിരുന്നു? സ്ത്രീക്ക് പിന്നീട് ഇത്തരത്തിലുള്ള ബോധക്ഷയം സംഭവിക്കുമായിരുന്നു. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് സ്വർഗം ലഭിക്കും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ എന്ത് ചെയ്തു? ക്ഷമിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ പല സംഗതികളും ഉണ്ടാകും. നമുക്കൊന്ന് അല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ക്ഷമിച്ചു കഴിഞ്ഞാൽ ഒട്ടനേകം നന്മകൾ നേടിയെടുക്കാൻ നമുക്കതിലൂടെ സാധിക്കും. നിസ്കാരത്തിന്റെ വിഷയത്തിലാകട്ടെ നമുക്കറിയാം, ക്ഷമ അത് നന്മകൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന, ആ നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ക്ഷമ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം, നിസ്കാരത്തിന്റെ വിഷയം ചില്ലറയല്ല. അതിൽ സമയത്തിന് എത്തുക എന്നുള്ളതും അതുപോലെ തന്നെ അതിൽ നിശ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങൾ അത് തനതായ രൂപത്തിൽ നിർവഹിക്കാൻ കഴിയുക എന്നുള്ളതും അതിനൊക്കെ ക്ഷമ വേണം. ആ ഒരു ക്ഷമ ഒന്ന്. രണ്ടാമത്തത് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമ വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊട്ടാൽ പാപത്തിലേക്ക് ചെന്ന് വീഴാൻ പറ്റുന്ന കോലത്തിലാണ് സോഷ്യൽ മീഡിയയിലൂടെയും അതല്ലെങ്കിൽ നമ്മുടെ പുറം നാടുകളിലൂടെ ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ആ തിന്മകളിലേക്ക് അടുക്കാതിരിക്കാൻ അവിടെയും എന്താക്കണം? നമുക്ക് ക്ഷമ വേണം. അതുണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിയിൽ വരുന്ന ക്ഷമ. രോഗമാകട്ടെ, അതല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടങ്ങളാകട്ടെ, ഏതുമാകട്ടെ, അതിലെല്ലാം റബ്ബിന്റെ വിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അതാണ് വസ്സാബിരീന അലാ മാ അസാബഹും. അവർക്ക് ബാധിച്ചിട്ടുള്ള ഏത് വിഷയത്തിലും, അവർക്കുള്ള ബാധിച്ചിട്ടുള്ള മുസീബത്തിൽ അവരെന്തായിരിക്കും? ക്ഷമിക്കുന്ന ആളുകളായിരിക്കും.
മൂന്നാമത്തെ വൽ മുഖീമിസ് സ്വലാഹ്, നിസ്കാരത്തെ അതിന്റെ മുറപ്രകാരം നിർവഹിക്കുന്ന ആളുകൾ. അതിൽ സമയബന്ധിതമായി നിർവഹിക്കുന്ന ആളുകൾ അതിന്റെ കൃത്യസമയത്ത് തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഏറ്റവും അഫ്ദലായിട്ടുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യതായ അതിന്റെ അവ്വലായിട്ടുള്ള സമയത്ത് നിസ്കരിക്കലാണ്, അതിന്റെ ആദ്യഘട്ടത്തിൽ. അങ്ങനെ നിസ്കരിക്കുന്നവരും അതുപോലെ തന്നെ അതിന്റെ വാജിബാത്തുകളും ഖുശൂഉം ഖുദൂഉം എല്ലാം പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ആളുകൾ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ധനത്തിൽ നിന്നും ചിലവഴിക്കുന്ന ആളുകളായിരിക്കും അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന വമിമ്മ, അവിടെ മിൻ എന്നുള്ളത് പിന്നെ ചിലതിനെ സൂചിപ്പിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എല്ലാ ധനത്തെയും നൽകുക എന്നുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ധനത്തിൽ നിന്നും എന്താണ് അല്പമെങ്കിലും അവരെന്താക്കും, ചിലവഴിക്കും. അതിൽ നിർബന്ധമായും ചിലവഴിക്കേണ്ട ധനമുണ്ട്, അതുപോലെ തന്നെ സുന്നത്തായി കൊണ്ട് നിർവഹിക്കേണ്ട ധനങ്ങളുണ്ട്. അതിൽ നിർബന്ധമായിട്ടുള്ളതാണ് തൻ്റെ കുടുംബത്തിന് ചെലവ് കൊടുക്കുക എന്നുള്ളത്, ഭാര്യയ്ക്കും പിന്നെ അതുപോലെ തന്നെ ഉമ്മക്കും ഉപ്പക്കും മക്കൾക്കുമായി നിർബന്ധമായി നൽകേണ്ട ചെലവ്. അതുപോലെ തന്നെ സക്കാത്ത്, അത് അനിവാര്യമായി നൽകേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ സുന്നത്തായ കർമ്മത്തിൽപ്പെട്ടതാണ് എന്ത്, ആളുകൾക്ക് പിന്നെ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സഹായം നൽകുക, അതുപോലുള്ള സംഗതികൾ. അതെല്ലാം അവർ നിർവഹിക്കുന്നവരായിരിക്കും എന്നതാണ് വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനയം കാണിക്കുന്ന ആളുകളുടെ സ്വഭാവമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 36-ാമത്തെ ആയത്ത് വൽ ബുദ്ന, ബുധൻ എന്ന് പറഞ്ഞാൽ ബലിയൊട്ടകങ്ങൾ. ഇവിടെ ബുധനിനെ ഒട്ടകത്തെയും അതുപോലെ തന്നെ പശുവിനെയും അർത്ഥം വെക്കുമെങ്കിലും വൽ ബുധനെ പ്രത്യേകമായിട്ടും അതിനർത്ഥം വെക്കുക എന്നുള്ളത് ബലിയൊട്ടകത്തെയാണ്. രണ്ടിനും അർത്ഥം വെക്കാറുണ്ട്. വൽ ബുധൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒട്ടകം. ജഅൽനാഹ, നാം അതിനെ ആക്കിയിട്ടുണ്ട്, ലക്കും നിങ്ങൾക്ക്, മിൻ ശആഇരില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതചിഹ്നങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ലക്കും ഫീഹാ ഖൈർ, ആ ഒട്ടകങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ബലിയൊട്ടകങ്ങളിൽ അല്ലെങ്കിൽ ആ ബലിമൃഗത്തിൽ ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ട്. ഫദ്കുറുസ്മല്ലാഹ്, അതിനാൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തെ കീർത്തനം ചെയ്യുക, സ്മരിക്കുക. അലൈഹാ സവാഫ്, ആ പിന്നെ സംഗതിയിൽ അവയിൽ എങ്ങനെയാണ്, സവാഫ് എന്ന് പറഞ്ഞാൽ നിരയായി വെക്കുക എന്നുള്ളതാണ്, നിരയായി വെക്കുന്ന അവസ്ഥ. അതിനാൽ വരിവരിയായ നിലയിൽ അവർ അവയുടെ മേൽ അള്ളാഹുവിന്റെ നാമം നിങ്ങൾ കീർത്തനം ചെയ്യുക. അതോ നമുക്കറിയാം, ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിൽ പറയാം. സവാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വജബത് ജുനൂബുഹ, ഇനി അവരുടെ പാർശ്വങ്ങൾ വജബത്ത് നിലത്ത് പതിച്ചു കഴിഞ്ഞാൽ ഫകുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് എന്താക്കുക, ഭക്ഷിക്കുക. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, ഖാനിഅനും മുഅ്തറിനും നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ഇവിടെ ഖാനിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം കാര്യത്തിൽ തൃപ്തിപ്പെട്ട് മറ്റുള്ള ആളുകളോട് ചോദിച്ചു പോകാത്ത ആളുകൾ. അവർക്ക് എന്താണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും, മറ്റുള്ളവരോട് ചോദിക്കൂല. വൽ മുഅ്തർ, ജനങ്ങളോട് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു വാങ്ങുന്ന ആളുകൾ. അപ്പം സ്വന്തത്തിൽ തൃപ്തിപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും അങ്ങോട്ട് ചെന്ന് ജനങ്ങളുടെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു വാങ്ങുന്ന ആളുകൾക്കും നിങ്ങൾ എന്താക്കുക, ഭക്ഷിപ്പിക്കുക. കദാലിക സഖർനാഹ ലക്കും, അപ്രകാരം തന്നെ നാം അവയിൽ എന്താക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ആ ബലിമൃഗത്തെ നിങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ട്, കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ഒരു പക്ഷേ ശുക്ർ കാണിക്കുന്നവരായിരിക്കാം. ഇതാണ് ഇതിന്റെ ആശയം. ഇവിടെ ഞാൻ പറഞ്ഞു, ബുധന് എന്നുള്ളത് ഒട്ടകത്തെ പ്രത്യേകമായി സൂചിപ്പിക്കും. പൊതുവെ ഒട്ടകത്തെയും പശുവിനെയും ബുധന് കൊണ്ട് അർത്ഥം വെക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടയാളമായി മതചിഹ്നമായി കൊണ്ടാണ് ഒട്ടകത്തെ, ഈ ബലിമൃഗത്തെ വെച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ബലിയിറക്കാൻ ഈ 3 മൃഗത്തെ പറ്റുള്ളൂ, ആട്, മാട്, ഒട്ടകം. ലക്കും ഫിഹാ ഖൈർ, ഇതെല്ലാം നമ്മൾ മുന്നിൽ വിശദീകരിച്ച ചില ആയത്തുകളിൽ വന്നതായിരുന്നു. ലക്കും ഫിഹാ ഖൈർ, അതിൽ രണ്ട് വിധത്തിലുണ്ട് ഖൈർ. ആഖിറത്തിലേക്ക് നമുക്ക് പ്രതിഫലം അതിലൂടെ നേടിയെടുക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയിറക്കാൻ വേണ്ടി പറഞ്ഞു, അതിനെ ബലിയിറക്കുന്നു, അത് ആളുകൾക്ക് സ്വതക്കകൾ നൽകുന്നു, അതിലൂടെ എന്താകും, നമുക്ക് അത്തരത്തിൽ പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തൊലി, അതുപോലെ തന്നെ രോമം, പാല്, ഈ സംഗതികൾ നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ യാത്രക്കുള്ളൊരു മാർഗമായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടുണ്ട്, അതിന് വെച്ചിട്ടുണ്ട്. അതാണ് ലക്കും ഫിഹാ ഖൈർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ്, നിരയായി വരിയായി വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, അതിനെ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. അവിടെ സവാഫ് കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം, ഒട്ടകത്തിന് അറക്കുന്ന രംഗം. അതിനെ നിർത്തിയിട്ടാണ് അതിനെ അറക്കുക. 4 കാലുമേൽ നിർത്തിയിട്ടുണ്ട്, അതല്ല 3 കാലിൽ നിർത്തി 1 കാലെന്താക്കും, മടക്കി കെട്ടും. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സവാഫിന് 2 അർത്ഥമുണ്ട്. പിന്നെ 4 കാലിൽ നിർത്തിയിട്ട് എന്താക്കാം, അതിനെ അറക്കുന്നതും, അതുപോലെ തന്നെ 4 കാലിൽ നിർത്തുക എന്നുള്ളതും, അതുപോലെ തന്നെ 3 കാലിൽ നിർത്തിയിട്ട് അതിനെന്താക്കും, 1 കാല് മടക്കി കിട്ടും. എന്തിനാ? ഫൈദ വജബത് ജുനൂബുഹ. അങ്ങനെ എന്താവും, അതെന്തിനാ വെച്ചാൽ അതിന്റെ ആ ഒരു പാർശ്വം, അതില്ലെങ്കിൽ അത് ആ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു വീഴാൻ വേണ്ടിയിട്ടാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ്, അങ്ങനെ ആ വരിയായി നിരയായി നിർത്തിയിട്ട് നിങ്ങൾ എന്താക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക, അങ്ങനെ നിങ്ങൾ അറക്കുക. ഇനി അങ്ങനെ ഫൈദ വജബത് ജുനൂബഹ, അതിന്റെ പാർശ്വങ്ങൾ നിലത്ത് പതിച്ചു കഴിഞ്ഞാൽ, വജബത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നിലത്ത് പതിക്കുക. ജുനൂബുഹ, ആ ഒട്ടകത്തിന്റെ ആ ഒരു ബലിമൃഗത്തിന്റെ പാർശ്വഭാഗങ്ങൾ അത് നിലത്ത് പതിച്ചു കഴിഞ്ഞാൽ ഫകുലൂ മിൻഹ, ആ അറുക്കുന്ന ആളുകളോടാണ് അവിടെ ആവശ്യപ്പെടുന്നത്. അറുക്കുന്ന ആളുകൾ ആരാണ് ബലി അർപ്പിക്കുന്നത്, അവരെന്താക്കട്ടെ, അതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ. ഇത് നിർബന്ധമല്ല, അവർക്ക് വേണമെങ്കിൽ എന്താക്കാം, അവർക്ക് ഇഷ്ടമെങ്കിൽ ഭക്ഷിക്കാം, വേണ്ട എങ്കിൽ ഭക്ഷിക്കാതിരിക്കാം. ഫകുലൂ മിൻഹ. പിന്നെ അതിനുശേഷം വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ. ഇവിടെ ഖാനിഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു, അങ്ങോട്ട് ആളുകളോട് ചെന്ന് ചോദിക്കാത്ത, സ്വന്തം കാര്യത്തിൽ എത്രയാണ് അല്ലാഹു നൽകിയത് അതിൽ തൃപ്തിപ്പെടുന്ന ആളുകൾ, അവർക്ക് നിങ്ങൾ എന്താക്കണം, ഭക്ഷിപ്പിക്കണം. വൽ മുഅ്തറ, അതുപോലെ തന്നെ അങ്ങോട്ട് ജനങ്ങളോട് ചെന്ന് എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട് എന്ന് ചോദിക്കുന്ന ആളുകൾക്കും നിങ്ങൾ എന്താക്കണം, ഭക്ഷിപ്പിക്കണം എന്നതാണ് അതിന്റെ ആ ഭാഗത്തിന്റെ അർത്ഥം. കദാലിക സഖർനാഹ, അപ്രകാരം തന്നെ നാം എന്താക്കിയിട്ടുണ്ട്, അതിനെ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. ലക്കും, നിങ്ങൾക്ക്, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾക്ക് നിങ്ങൾ ഒരു പക്ഷെ എന്തായേക്കാം, ശുക്ർ കാണിക്കുന്നവരായിരിക്കാം. നമുക്കറിയാം, ഒട്ടകത്തിന്റെ അത്രയും വലിയ ശരീരവും പിന്നെ ഉള്ളൊരു മൃഗമാണ് ഒട്ടകം. അതുപോലെ തന്നെ ആ ഒട്ടകം അറക്കുന്ന വേളയിൽ വളരെ സൗമ്യമായി, ഒന്നും അപകടങ്ങളൊന്നും വരുത്താതെ അത് നിന്നു കൊടുക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെ കീഴ്പ്പെടുത്തിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒട്ടകം പിന്നെ മരുഭൂമിയിലൂടെ മാസങ്ങളോളം, ദിവസങ്ങളോളം ഭക്ഷണവും അതുപോലെ തന്നെ പാനീയവും അതിന് പ്രത്യേകമായി നൽകിയിട്ടില്ല എങ്കിലും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സ്റ്റോറേജും കാര്യങ്ങളും നൽകിയതൊക്കെ നമുക്കറിയാം. അതൊക്കെ നമുക്ക് സഞ്ചാരയോഗ്യമാക്കിയതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കീഴ്പ്പെടുത്തി കൊണ്ടാണ്. അത് നാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. എന്തിനാണ്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശുക്ർ ചെയ്യുന്ന ആളുകളാകുവാൻ വേണ്ടിയാണ് എന്നത് ഈ ഒരു ആയത്തിന്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നും കൂടി പാരായണം ചെയ്യാം. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫീഹാ ഖൈർ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ് ഫഇദാ വജബത് ജുനൂബുഹാ فكلوا منها وأطعموا القانع والمعتر وأطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون. هذا والله أعلم. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم.